പാചകവും ഭക്ഷണവും ഒരേപോലെ ആസ്വദിക്കുന്ന ആളുകൾക്ക് പരിചിതമായ ഒരു കാര്യമാണ് ടൊമാറ്റോ കെച്ചപ്പ്. ചില ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് അത്യാവശ്യമാണ്. മാത്രമല്ല നമ്മുടെ വീടുകളിലെ അടുക്കളക്കാര്യം പറയുകയാണെങ്കിൽ ചപ്പാത്തി മുതൽ ഉഴുന്നുവട വരെ കഴിക്കാനായിട്ട് ചില കുട്ടികൾ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കും. ചിലർ ചോറ് കഴിക്കാൻ വരെ ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിക്കുന്നത് കാണാം. ഈ കെച്ചപ്പ് പാചകത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത്. പാചകത്തിന് പുറമെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ 6 ഉപയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്. സ്ഥിരമായി പാചകം ചെയ്യുന്ന സ്റ്റീൽ പാത്രങ്ങളിൽ കരിയും പുകയും അല്പസ്വല്പം കറിയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ കറകൾ അകറ്റി പാത്രങ്ങൾ പുത്തനാക്കി മാറ്റാൻ ടൊമാറ്റോ കെച്ചപ്പിനെ കൊണ്ട് സാധിക്കും. ടൊമാറ്റോ കെച്ചപ്പിൽ അസിഡിറ്റി ഉള്ളതാണ് എന്നതിനാൽ ഇത് പാത്രങ്ങൾക്ക് മേൽ ഒരു ക്ലീനിങ് ഏജന്റായി പ്രവർത്തിക്കുന്നു. 4-5 തുള്ളി കെച്ചപ്പ് ഇട്ട ശേഷം ഒരു നുള്ളു ഉപ്പും ചേർത്ത് സ്ക്രബ് ചെയ്ത് നോക്കുക. വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങൾ സ്വന്തമാക്കാം. ഭക്ഷണം പാചകം ചെയ്യുകയോ കഴിക്കുകയോ ചെയ്ത ശേഷം കൈകളിൽ വെളുത്തുള്ളി, മത്സ്യം, ഇറച്ചി എന്നിവയുടെ രൂക്ഷമായ ഗന്ധം നിലനിൽക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമാണ് ടൊമാറ്റോ കെച്ചപ്പ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെച്ചപ്പ് ഒരു മികച്ച ക്ലീനിങ് ഏജന്റാണ്. കൂടാതെ അതിലെ അസിഡിക് ഗുണങ്ങൾ ബാക്ടീരിയയെ അലിയിക്കുകയും ദുർഗന്ധം അകറ്റുകയും ചെയ്യുന്നു. വിരലുകളിലും കൈപ്പത്തിയിലും കുറച്ച് കെച്ചപ്പ് പുരട്ടി നന്നായി ഒന്ന് കഴുകിയാൽ രൂക്ഷമായ ഗന്ധം മാറിക്കിട്ടും. തുരുമ്പിനെ ഇല്ലാതാക്കാം. ഇരുമ്പ്, കാസ്റ്റ് അയൺ പാത്രങ്ങളിലും വീട്ടുപകരണങ്ങളിലും തുരുമ്പ് കണ്ടാൽ അല്പം ടൊമാറ്റോ കെച്ചപ്പ് പ്രയോഗിക്കാം. തുരുമ്പുള്ള ഭാഗം കെച്ചപ്പ് ഉപയോഗിച്ച ശേഷം 15-20 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. പിന്നീട് ബ്രഷ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് മാറ്റുക. കെച്ചപ്പിലെ ആസിഡ് തുരുമ്പിനെ അലിയിച്ചില്ലാതാക്കും. ഇത്തരത്തിൽ വീട്ടിലെ പല പാത്രങ്ങളും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. മുടിയിൽ കളർ ചെയ്തവർക്ക് ക്ലോറിൻ വെള്ളം എന്നും ഒരു പേടി സ്വപ്നമാണ്. ഇത്തരത്തിൽ ക്ലോറിൻ വെള്ളത്തിൽ കുളിക്കേണ്ടി വരുന്നവർക്ക് നിറം ചെയ്ത മുടി കേടുകൂട്ടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് 4-5 തുള്ളി ടൊമാറ്റോ കെച്ചപ്പ് മുടിയിഴകളിൽ 10 മിനിറ്റ് തേച്ച് പിടിപ്പിച്ച ശേഷം കുളിക്കുക. ക്ലോറിനിൽ നിന്നും മുടിയിഴകൾക്ക് സംരക്ഷണം നൽകാനായിട്ട് ഇതിലും മികച്ചൊരു ഏജന്റ് ഇല്ല. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ പാക്കറ്റുകൾ തണുപ്പിച്ച ശേഷം മുറിവുണ്ടാകുമ്പോൾ ഐസ് ബാഗിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ ഐസ് ബാഗ് നൽകുന്നത് പോലെ തന്നെ തുടർച്ചയായി നിലനിൽക്കുന്നതായ തണുപ്പ് മുറിവിലേക്ക് നൽകാനും രക്തം കൂടുതലായി പോകുന്നത് ഒഴിവാക്കാനും ഇത് സഹായിക്കും. അടുത്തതായിട്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട നാടകങ്ങൾ, സ്റ്റേജ് പെർഫോമൻസുകൾ എന്നിവയിൽ രക്തത്തിൻ്റെ രംഗങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ പകരക്കാരനായിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിക്കാം. പെയിൻറ്, കളർ കൂട്ടുകൾ എന്നിവ ഉപയോഗിച്ച് കുട്ടികളുടെ ശരീരം ബുദ്ധിമുട്ടിലാകുമെന്ന് പേടി വേണ്ട. ആകെയുള്ള പ്രശ്നം ഇവ തറയിൽ നിന്നും തുടച്ചെടുക്കാൻ ഇത്തിരി പണിപ്പെടും എന്നത് മാത്രമാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.